ഹലോ ഫ്രണ്ട്സ്, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ MSC അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കപ്പലുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ജേഡ് സർവീസ് ആദ്യമായി നമ്മുടെ പോർട്ടിലും ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ പോർട്ട് എന്ന് പറയുമ്പോൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിലും ആരംഭിച്ചിരിക്കുന്നു. സൗത്ത് ഏഷ്യയിലെ ഇതുവരെ ഒരു പോർട്ടിലും കയറിയിട്ടില്ലാത്ത കപ്പലുകളാണ് ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യ കപ്പൽ MC മിയ ഇപ്പോൾ ബെർത്ത് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏകദേശം 399.9 മീറ്റർ ലെന്തും 61.5 മീറ്റർ ബീമും 33.2 മീറ്റർ ഡെപ്തും 17 മീറ്റർ ഡ്രാഫ്റ്റുമുള്ള മാക്സിമം ഡ്രാഫ്റ്റാണ് 17 മീറ്റർ. നിലവിലെ ഡ്രാഫ്റ്റ് 16 മീറ്ററാണ്. 23,756 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന അൾട്രാ ലാർജ് കാറ്റഗറി ഷിപ്പാണ് MC മിയ. ഇപ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് നാം കാണുന്നത്. രാവിലെ 2 മണിയോടെയാണ് ഈ ഷിപ്പ് ബെർത്ത് ചെയ്തിട്ടുള്ളത്. 16 മീറ്ററാണ് ബെർത്ത് ചെയ്തിട്ടുള്ള ഡ്രാഫ്റ്റ്. നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ പോർട്ടിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏതു സമയത്തും ഏത് വലിയ അൾട്രാ ലാർജ് ഷിപ്പുകൾക്കും ബെർത്ത് ചെയ്യാനായി സാധിക്കും എന്ന് നമുക്ക് ഈ ഷിപ്പിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. നമ്മുടെ പോർട്ടിൽ വന്ന ആദ്യ അൾട്രാ ലാർജ് വെസൽ എന്ന് പറയുന്നത് MSCയുടെ ക്ലൗഡ് ജെറാട്ടാണ്. ഇപ്പോൾ MSCയുടെ ജേഡ് സർവീസിലെ കപ്പൽ ആദ്യ അൾട്രാ ലാർജ കപ്പൽ എന്ന ബഹുമതി MSC മിയയ്ക്കും ലഭിച്ചിരിക്കുന്നു. വളരെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്ന ഒരേ ഒരു പോർട്ടായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ തീർച്ചയായിട്ടും ഇതുപോലുള്ള സർവീസിൽ നിന്നും നമുക്കറിയാനായി സാധിക്കുന്നത്. ഫ്രണ്ട്സ്, MSCയുടെ ജേഡ് സർവീസ് എന്ന് പറയുന്നത് നമ്മളീ കാണുന്ന പോലെ ഈസ്റ്റ് വെസ്റ്റ് കണക്ട് ചെയ്യുന്ന വലിയൊരു കപ്പൽ ശൃംഖലയാണ്. അതിൽ അൾട്രാ ലാർജ് കാറ്റഗറി പെടുന്ന ഷിപ്പുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു സർവീസാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സർവീസാണ് ജേഡ് സർവീസ്. നമ്മളീ പറയുന്ന പോലെ ഇന്ത്യയിലെ ഒരു പോർട്ടിലും ഇതുവരെയായിട്ട് ജേഡ് സർവീസ് ആരംഭിച്ചിട്ടുള്ള ആ സമയത്താണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിൽ ആദ്യത്തെ ജേഡ് സർവീസ് ആരംഭിച്ചിരിക്കുന്നു. ആദ്യ കപ്പലായ MSC മിയ നമ്മൾ തൊട്ട് മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഈ ജേഡ് സർവീസ് ആരംഭിക്കുന്നത് നമ്മുടെ സൗത്ത് കൊറിയയിലെ ബുസാൻ പോർട്ടിൽ നിന്ന് ആരംഭിച്ച ശേഷം നമ്മളീ കാണുന്ന പോലെ ചൈനയിലെ ഷാങ്ഹായ് യാൻചൻ പോർട്ടിൽ കയറിയതിനു ശേഷം ഷാങ്ഹായ്, യാൻചൻ, നിങ്ബോ ഈ 3-4 പോർട്ടിൽ ചൈനയിലെ തന്നെ പോർട്ടിൽ കയറിയതിനു ശേഷം, കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷനുള്ള രാജ്യം, അതായത് ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന. അതിനാൽ ചൈനയിൽ നിന്നായിരിക്കും ഈ മിക്ക അൾട്രാ ലാർജ് വെസലുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഇത് ഈ പറയുന്ന ദക്ഷിണ കൊറിയയിലെ ബുസാൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം ചൈനയിൽ തന്നെ 4 പോർട്ടിൽ കയറിയതിന് ശേഷമാണ് നിലവിൽ നമ്മൾ ഈ കാണുന്ന പോലെ സൗത്ത് ചൈന സീ വഴി വിയറ്റ്നാം പിന്നിട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന സിംഗപ്പൂർ പോർട്ടിലെത്തുന്നു. അതിനുശേഷം മലേഷ്യ പിന്നിട്ട് മലാക്ക് കടലിടുക്കൂടെ ബേ ഓഫ് ബംഗാളിലെത്തിയ ശേഷം ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി നമ്മുടെ സ്വന്തം വിഴിഞ്ഞം പോർട്ടിലെത്തിയതിന് ശേഷം ഈ കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ട് നമുക്ക് വിശേഷണങ്ങൾ പറയാവുന്ന പോലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ട്, അതായത് പോർച്ചുഗലിലെ സിൻസ് പോർട്ടിൽ കയറിയതിന് ശേഷം സ്പെയിനിലെ വൻസ്ല പോർട്ട്, ബാഴ്സലോണ പോർട്ട്, ഇറ്റലിയിലെ ജിയോട്ടോറോ പോർട്ട്, ഇതാണ് ഇറ്റലിയിലെ പോർട്ടാണ് അവസാനത്തെ പോർട്ട്. അതായത് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന വലിയൊരു കപ്പൽ ശൃംഖലയിലെ അൾട്രാ ലാർജ് വെസലുകൾ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുള്ള ഒരു സർവീസാണ് ജേഡ് സർവീസ്. നമുക്ക് മാപ്പിൽ വളരെ വ്യക്തമായിട്ട് കപ്പൽ വന്നിട്ടുള്ളതും ഇനി പോകാൻ പോകുന്നതും, അതായത് കപ്പൽ ഏത് പോർട്ടിൽ നിന്നാണ് വന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന രീതിയിലാണ് ഈ മാപ്പിലുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ ഇപ്പോൾ രാത്രിയോടെയാണ് കപ്പൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പകൽ നിന്നിട്ട് നമുക്ക് കപ്പലിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഷൂട്ട് ചെയ്യാനായി സാധിക്കും. നമ്മുടെ പോർട്ടിൽ തന്നെയാണ് കപ്പലുള്ളത്. നിലവിൽ 16 മീറ്റർ ഡ്രാഫ്റ്റിലാണ് കപ്പൽ വന്നിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രവുമായി റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോയും ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.